അടുത്തത് നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് നോക്കാം. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് ബാറാണ്, അപ്പോൾ നമുക്കതിനെ ഐസോബാറിക് എന്ന് ഓർത്ത് വയ്ക്കാം. അതേപോലെ കോൺസ്റ്റൻറ്റ് വോളിയത്തിന് ഐസോകോറിക് എന്ന് പറയും. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഐസോ തെർമൽ പ്രോസസ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഐസോബാറിക് പ്രോസസ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ നമുക്ക് കാണാം, ഇതാണ് അതിൻ്റെ പി വി ഡയഗ്രാം, ഇതാണ് അതിൻ്റെ പി ടി ഡയഗ്രാം. അപ്പോൾ എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ ഈ രണ്ട് ഫിഗർ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ പഠിക്കണം. അപ്പോൾ അതിൽ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. P1 = P2. രണ്ടിലും വിത്ത് റെസ്പെക്ട് ടു പി നോക്കുമ്പോൾ രണ്ടിലും P1 = P2, P1 = P2 ആണ്. സിമിലർലി വോളിയം, പി വി ഡയഗ്രത്തിൽ വോളിയം ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതേപോലെ ടെമ്പറേച്ചറും ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് ടെമ്പറേച്ചറും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രാം, ടി എസ് ഡയഗ്രാം. ഓക്കെ, when a gas is heated at constant pressure, its temperature and volume will increase. Since there is a change in its volume, then the heat supplied to the gas is utilized to increase the internal energy of the gas and for doing some external work. അതായത് നമ്മൾ ഇതിൽ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ അത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് ആയതുകൊണ്ട് അതിലെ വോളിയം ഇൻക്രീസ് ആവുകയും അതേസമയം ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ പി വി ഡയഗ്രാം പി ടി ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി അതിൻ്റെ വോളിയം ടെമ്പറേച്ചറും ഇൻക്രീസ് ആവാനാണ് കാരണമാകുന്നത്. അങ്ങനെ അത് രണ്ടും ഇൻക്രീസ് ആകുമ്പോൾ വോളിയം ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് വർക്ക് ഡൺ നടക്കുകയാണ് അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിൽ നിന്ന് ഒരു വർക്ക് ഡൺ, ഒരു എക്സ്പാൻഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു വർക്ക് കിട്ടി. അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, അത് ഇൻറ്റേർണൽ എനർജി. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ട്, അതായത് ഇൻറ്റേർണൽ എനർജിയും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത് ഇവിടെ ഒരു വാക്ക് പറഞ്ഞത് ദിസ് പ്രോസസ് ഈസ് ഗവേൺഡ് ബൈ ചാൾസ് ലോ, അതായത് V = T എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് ചാൾസ് ലോയിൽ പറയുന്നുണ്ട് V = T ആണ്. V = T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T, ദാറ്റ് ഈസ് V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ചാൾസ് ലോയുടെ ഡെഫിനിഷൻ പറഞ്ഞിരുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നൗ കൺസിഡർ mkg of a certain gas being heated at a constant pressure from an initial state to final state. mkg of മാസ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷനിലെ വാല്യൂ ആയിരിക്കും P1 V1 T1. ഫൈനൽ കണ്ടീഷനിലെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ വാല്യൂ ആയിരിക്കും P2 V2 T2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ അതിൻ്റെ പി വി ടി, പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കുകയാണെന്ന് നമ്മൾ എഴുതേണ്ടത്. ആദ്യം ഇതിൻ്റെ പി വി ടി റിലേഷൻഷിപ്പ് എഴുതിക്കുക. എന്താണ്, വി നോ ദാറ്റ് എന്താണ് P1 V1/T1 = അല്ലെങ്കിൽ PV/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ദെയർഫോർ P1 V1/T1 = P2 V2/T2. അതിൽ P1 എന്ന് പറയുന്നത് = P2 ആണ്. അത് ഏതിൽ, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ. നമുക്കപ്പോൾ എന്ത് എഴുതാം, V1/T1 = V2/T2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ V1/T1 = V2/T2, ദാറ്റ് ഈസ് V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് റെപ്രസെൻറ്റ്സ് ദ ചാൾസ് ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് നമ്മൾ ചോദിക്കുമ്പോൾ W, അതായത് വർക്ക് ഇൻ്റഗ്രൽ, അതായത് എന്താ പറയുക, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ വാല്യൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് ∂W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രേഷൻ ഓഫ് ലിമിറ്റ് 1 to 2 PdV. അതിൽ P എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വേരിയബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് V വോളിയം മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താ അറിയാം, നമുക്ക് V ഓൾറെഡി നോ ദാറ്റ് PV = MRT എന്നാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ലിമിറ്റ് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് P എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് ഇൻ്റഗ്രേഷൻ ഓഫ് dV എന്ന് പറഞ്ഞാൽ V, അതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും, ഇതാണ് നമ്മളുടെ 1 എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, P × V2 - V1 എന്ന് വന്നു. അതായത് PV2 - PV1, ശരിയല്ലേ, PV2 - PV1. നമുക്കറിയാം എന്താണ്, PV = MRT1 ആണ്. ദാറ്റ് ഈസ് P1 V1 = MRT1, P2 V2 = MRT2. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, P1ഉം P2ഉം ഒന്ന് തന്നെയാണ്. നമ്മൾ എന്ത് എഴുതും, P2 V2 = MRT2 - P1 V1 = MRT1. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, MR എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് എഴുതും, MR × T2 - T1 എന്ന് നമ്മളിവിടെ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് MR T2 - T1.
നെക്സ്റ്റ് ആണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോ യു, അതായത് ഡി യു ഇസ് ഈക്വൽ ടു എം സി വി ഡി ടി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അതായത് അതിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആയിട്ട് ജൂൾസ് ലോ പ്രകാരം നമ്മൾ പറയുന്നത്. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആയിട്ട് അതിൽ അബ്സോർബ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് സിമിലർലി അതിൻ്റെയും ഇൻറ്റഗ്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എം സി വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ ഓഫ് ഡി ടി വിത്തിൻ ലിമിറ്റ്സ് 1 to 2. നമ്മളത് അതിനെന്ത് എഴുതി U2 - U1 എന്നാണ് എഴുതുന്നത്. അതായത് ഡി യു നമുക്ക് ഇൻറ്റേർണൽ എനർജിയുടെ ഡിഫറൻസ് ആണ് കാണാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് വാല്യൂ എപ്പോഴും കാണാൻ പറ്റില്ല നമ്മൾ പറയാറുണ്ട്. അപ്പോൾ U2 - U1 ഈസ് ഈക്വൽ ടു എം സി വി T2 - T1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷനും നമ്മൾ ഓർത്ത് വയ്ക്കണം. ഡെറിവേഷൻ ചോദിക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്ന വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ അതേപോലെ ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷനും നമ്മൾ പഠിച്ച് എഴുതി വയ്ക്കാം. സിമിലർലി ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡിൻ്റെ എന്താണ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു U + W. അതാണ് Q ഈസ് ഈക്വൽ ടു U + W എന്നുള്ളതാണ് നമ്മളുടെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ അത് എത്രയായിരിക്കും നമ്മൾ പറയുക, അതായത് എത്രയാണോ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടായത് പ്ലസ് എത്രയാണോ വർക്കിലുണ്ടായ ഡീവിയേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളത് വിത്തിൻ ലിമിറ്റ്സ് കൊടുത്തു, 1 to 2 കൊടുത്തു. അതിൽ രണ്ടിനും, അതായത് ക്യൂവിനും ഇൻറ്റഗ്രൽ ലിമിറ്റ് കൊടുത്തു, ഇൻറ്റേർണൽ എനർജിക്കും അതേപോലെ തന്നെ വർക്ക് ഡണ്ണിനും. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, PdV, അതായത് PV2 - V1 ആണ് വർക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PdV ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രഷർ ഇൻറ്റു വോളിയം അതാണ് വർക്ക് ഡൺ എന്ന് നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം വരുമ്പോൾ അവിടെ ഓൾറെഡി ഒരു വർക്ക് ഡൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ എന്ത് എഴുതി, നമ്മളിവിടെ എഴുതിയ U എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ശരിയല്ലേ? ഇവിടെ ഇൻറ്റേർണൽ എനർജി U ആണ്, ഇവിടെ വർക്ക് ഡൺ ആണ് PdV. നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ എന്താണ് പറഞ്ഞത്, MCV T2 - T1. അത് ത്രൂ ഔട്ട് ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ ഇത് തന്നെയായിരിക്കും. MCV T2 - T1 ആണ് അതിൻ്റെ ഇക്വേഷൻ. രണ്ടാമത്തെയാണ് PdV. അതായത് ഇൻറ്റഗ്രേഷൻ ലിമിറ്റ് 1 to 2 നമ്മൾ ഇൻറ്റഗ്രൽ ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ PdV എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഇൻറ്റഗ്രൽ DV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ ഓഫ് DV V ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ PV2 - PV, അതായത് V2 - V1 വരും. അതായത് ഇൻറ്റേർണൽ എനർജി MCV T2 - T1 പ്ലസ് PV2 - PV1, ശരിയല്ലേ? PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRT2 എന്നാണ് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. MRT2 - MRT1 വരുമ്പോൾ MRനെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കും. ദാറ്റ് ഈസ് MRT2 - T1. അതായത് MCV T2 - T1 പ്ലസ് MRT2 - T1. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ഈ ടേമുകളിൽ M ഒരു ടേം കോൺസ്റ്റൻ്റ് രണ്ട് സ്ഥലത്തുണ്ട്, പൊതുവായിട്ടുണ്ട്. T2 - T1 പൊതുവായിട്ടുണ്ട്. ഞാൻ ആ ടൈമിനെ ആദ്യം പുറത്തേക്ക് എടുത്തു, M × T2 - T1. പിന്നെ ഇവിടെയുള്ളത് ഒരു CV, ഇവിടെ ഒരു R ആണുള്ളത്, CV + R ആണുള്ളത്. അപ്പോൾ ഞാൻ അത് ഇവിടെ ഇവിടെ കൊടുത്തു. അപ്പോൾ M × T2 - T1 × CV + R. നമുക്കെന്താ അറിയാം, CP - CV = R ആണെന്ന് നമ്മൾ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷനും അതേപോലെ തന്നെ CV സ്പെസിഫിക് ഹീറ്റിൻ്റെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് എഴുതി, CP - CV = R ആണെന്നുണ്ടെങ്കിൽ CV + R, CV ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ CV + CV ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ CV + R എന്ന് പറഞ്ഞാൽ CP ആണ്. അതായത് CV + R ഞാനിവിടെ CP കൊടുക്കും. Q = MCP T2 - T1. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, ചേഞ്ച് ഇൻ എൻതാൽപ്പി. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, DU + DPV, അതായത് U + PV എന്നുള്ളതാണ് എൻതാൽപ്പിയുടെ ഇക്വേഷൻ. ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം, പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ഇൻറ്റു വോളിയം എന്നാണ് എൻതാൽപ്പിയുടെ ഇക്വേഷൻ വരുന്നത്. ഇൻറ്റേർണൽ എനർജി വിത്തിൻ ലിമിറ്റ്സ് 1 to 2, അതായത് ഇനീഷ്യൽ ലിമിറ്റും ഇനീഷ്യൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ്. DPV അതായത് DPV അതിലിപ്പോൾ നമ്മളുടെ ഇപ്പോൾ എന്താണ്, P എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, V ആണ് വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ എഴുതി MCV T2 - T1 പ്ലസ് ഇവിടെ നമ്മൾ എന്ത് എഴുതി, P2 V2 - P1 V1. അതായത് നേരത്തെ പോലെ P2 = P1 ആണ്. PVക്ക് നമ്മൾ MRT എന്നുള്ളത് കൊടുത്തു. എന്തായി, MRT2 - MRT1. MRനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് MCV T2 - T1 പ്ലസ് MRT2 - T1. ഓക്കെ, ഇത് നേരത്തെ സെയിം തന്നെയാണ്. ഇതിന് മുന്നേ എഴുതിയ പോലെ തന്നെ നമുക്ക് വന്നു. എന്താണ്, Q = ഇവിടെ എഴുതിയ പോലെ തന്നെ നമ്മൾ ഇതിനെ ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ എമ്മിനെ പുറത്തേക്ക് എടുത്തു. M × T2 - T1 CV + R. CV + R എന്ന് പറഞ്ഞാൽ CP. സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്ത് കിട്ടി, ചേഞ്ച് ഇൻ എൻതാൽപ്പി = MCP T2 - T1 എന്നുള്ളത് ഉത്തരം കിട്ടി. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ PV/T
പി വി ടി റിലേഷൻ നമ്മൾ എന്ത് എഴുതും? V1/T1 = V2/T2. സിമിലർലി വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? MR/T2 - T1. ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? MCV/T2 - T1. ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എന്താണ്? MCP/T2 - T1. എൻതാൽപ്പി ഇക്വേഷൻ എന്താണ്? MCP/T2 - T1. ഇത്രയാണ് നമ്മൾക്ക് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ ഉള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ 1-2 പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ആദ്യം ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. A certain gas occupies a space of 0.3 meter cube at a pressure of 2 bar and a temperature of 77 degrees Celsius. It is heated at a constant volume until the pressure is 7 bar. Determine. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ആകുമ്പോൾ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, 0 ആയിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിറ്റർമൈൻ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്. ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്. ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. മാസ് ഓഫ് ദ ഗ്യാസ് M കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി U കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡ്യൂറിങ് ദ പ്രോസസ്. എൻതാൽപ്പി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് M കണ്ടുപിടിക്കണം. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം MCV/T2 - T1 ആണ്. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? ടെമ്പറേച്ചർ ഓഫ് 77 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റഡ്. അപ്പോൾ T1 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്ന ഡാറ്റാസ് നോക്കാം. V1 തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട് 2 ബാർ, T1 തന്നിട്ടുണ്ട് 77 ഡിഗ്രി സെൽഷ്യസ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്തു. P2 തന്നിട്ടുണ്ട് 7 ബാർ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഞാനവിടെ ഇക്വേഷൻസ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി വി ടി റിലേഷൻ പ്രകാരം നമുക്കറിയാം P1/T1 = P2/T2. അതായത് P/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതെന്താണ്? P ഈസ് പ്രപ്പോർഷണൽ ടു T അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് ഗേ-ലുസാക്ക് ലോ ആയിരുന്നു. അപ്പോൾ നമ്മളത് ജസ്റ്റ് അത് എന്താണ് നമ്മളുടെ കോൺസ്റ്റൻറ്റ് വോളിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഗേ-ലുസാക്ക് ലോയാണ് എന്ത് ചെയ്യുന്നത്? ഗേ-ലുസാക്ക് ലോയുടെ റൂൾസ് അനുസരിച്ചിട്ടാണ് ഇതും കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും നീങ്ങുന്നത്. ഓക്കെ, വർക്ക് ഡൺ നമുക്ക് എന്താ? കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ട് PdV അതായത് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് വർക്ക് ഡൺ = 0. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി MCV/T2 - T1. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? U+W. ഇവിടെ W എന്ന് പറയുന്നത് 0 ആണ്. ദെയർഫോർ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതും MCV/T2 - T1. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്താണ്? MCP/T2 - T1 ആണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. U+PdV പറഞ്ഞിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി MCP/T2 - T1 ആയിരുന്നു. അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ U+PdV എന്ന് പറയും. ഇപ്പോൾ PV = MRT എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നേരത്തെ ഈ ചേഞ്ചിന് എന്തായാലും കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ എങ്ങനെയാണോ U+PdV എന്നുള്ളത് ഡിറൈവ് ചെയ്ത് വന്നത് അതേപോലെ തന്നെയാണ് ഇതിനും ചേഞ്ചിൻ്റെ എൻതാൽപ്പിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ MCP/T2 - T1. ഓക്കെ, അത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. തന്ന ഡാറ്റ എഴുതി. V1 = V2 ആണ് 0.3 മീറ്റർ ക്യൂബ്. P1 തന്നിട്ടുണ്ട് 2 ബാർ. T1 തന്നിട്ടുണ്ട് 77 ഡിഗ്രി സെൽഷ്യസ്. അതിനെ ഞാൻ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു. +273. 2 ബാറിന് 2 × 10⁵ Nm/m² എന്ന് കൺവേർട്ട് ചെയ്തു. P2 = 7 ബാർ. അപ്പോൾ 7 × 10⁵ Nm/m². CP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, ഇവിടെ പ്രോബ്ലത്തിൽ CP വാല്യൂ തന്നിട്ടുണ്ട് 1.005 kJ/kg. CV വാല്യൂ 0.712 kJ/kg. R വാല്യൂ 287 J/kg. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്ന വാല്യൂസ് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്കിനി എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ടെമ്പറേച്ചർ T2 കാണണം. ടെമ്പറേച്ചർ T2 നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? P1/T1 = P2/T2. നമുക്ക് P1 അറിയാം, P2 അറിയാം, T1 അറിയാമെന്നുണ്ടെങ്കിൽ നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T2 കിട്ടും. T2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ആവശ്യമുള്ളത്? നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് അവിടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വർക്ക് ഡൺ = 0. ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണണം MCV/T2 - T1. നമ്മളിപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ നിന്ന് നമുക്ക് T2 കിട്ടി. ആ T2 ഇവിടെ കൊടുക്കാം. CV നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് കിലോ ജൂളിലാണ്. അപ്പോൾ കിലോ ജൂളിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി വാല്യൂം കിലോ ജൂളിൽ തന്നെയാണ് കിട്ടുക. ഓക്കെ, പിന്നെ നമുക്കുള്ളത് M ആണ്. M എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ എമ്മിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി നോ ദാറ്റ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ വഴി നമുക്ക് M ആദ്യം കണ്ടുപിടിക്കണം. എന്താണ്? PV = MRT എന്നാണ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ വഴിയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ P1/T1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് PVT റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? T2 കണ്ടുപിടിച്ചു. P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 × 10⁵. T1 350 കെൽവിൻ. P2 7 × 10⁵. T2 ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. T2 വാല്യൂ എനിക്ക് 1225 കെൽവിൻ എന്നുള്ളത് കിട്ടി. ദാറ്റ് ഈസ് 952 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മാസാണ്. മാസ് = എങ്ങനെയാണ്?
P1 അറിയാം, V1 തന്നിട്ടുണ്ട്, V1 = V2 ആണ്. M അറിയില്ല, R വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, T1 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി M വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ദാറ്റ് ഈസ് 2 × 10⁵ ഇൻറ്റു 0.3 m³ നമുക്ക് തന്നിട്ടുള്ളത് M അൺനോൺ വാല്യൂ ആണ്. R നമുക്ക് തന്നിട്ടുണ്ട് 287, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. R വാല്യൂ 287 ഇൻറ്റു T1 350. ഓക്കെ, ദാറ്റ് ഈസ് M = നമ്മൾ ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കും 0.5973 kg. നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? MCV T2 - T1. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ എല്ലാം നമ്മൾ കെൽവിനിലാണ് എഴുതുക. അതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇൻ കെൽവിൻ ആയിരിക്കണം എന്ന് ജസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ T2 - T1 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. T2 എത്ര? 1225 കെൽവിൻ കണ്ടുപിടിച്ചു. T1 350 കെൽവിനാണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 77°C തന്നിട്ടുണ്ടായിരുന്നു, 350 കെൽവിൻ. അതേപോലെ ഇവിടെ CV ഞാനിവിടെ ജൂളിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമുക്ക് തന്നത് 0.712 kJ/kg കെൽവിനാണ്. ഞാനതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് ഇൻറ്റു 1000 കൊടുക്കുമ്പോൾ ജൂളിലേക്ക്. അപ്പോൾ 712 J/kg കെൽവിൻ ആവും. ദാറ്റ് ഈസ് 1 kJ = 1000 ജൂൾ എന്നുള്ള കൺവേർഷൻ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ കിലോ ജൂളിൽ കൊടുത്താൽ എനിക്ക് ഉത്തരം കിട്ടുന്നത് കിലോ ജൂളിൽ തന്നെയായിരിക്കും. ജൂളിൽ ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടുന്നത് ജൂളിലായിരിക്കും. അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. M വാല്യൂ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. CV വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് T2 - T1 കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ എനർജിയുടെ ഉത്തരം കിട്ടി. നെക്സ്റ്റ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ആയിരുന്നു. ദാറ്റ് ഈസ് MCP T2 - T1. M വാല്യൂ നമുക്കറിയാം. നെക്സ്റ്റ് M വാല്യൂ അറിയാം. CP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 1.005 × 10⁻³ 1000. അപ്പോൾ ഞാൻ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. T2 - T1 നമുക്കറിയാം. ആ തന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 5,25,250.68, അതായത് 5,25250.68, 5,25,250 ജൂൾ. അതായത് എത്ര? 525.250 കിലോ ജൂൾ എന്നുള്ള ഇത് കിട്ടി. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് കണക്ക് ഇങ്ങനെയാണ്. സിമിലർലി നമുക്കൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് കണക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 0.15 m³ ഓഫ് എ ഗ്യാസ് അറ്റ് 10 bar പ്രഷർ റിസീവ്സ് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് കേട്ടോ. ഓക്കെ, അൺടിൽ ദ വോളിയം ബിക്കെയിം 0.3 m³. V1 തന്നു, P1 തന്നു, P1 = P2 തന്നു, V2 തന്നു 0.3 m³. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഈസ് T1 തന്നു 200°C, ദാറ്റ് ഈസ് 200 + 273 473 കെൽവിൻ. CP വാല്യൂ തന്നു 1 kJ/kg കെൽവിൻ. ആൻഡ് CV വാല്യൂ തന്നു 0.714 kJ/kg കെൽവിൻ. ഫൈൻഡ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഗ്യാസ്. എന്താണ്? U = MCV T2 - T1. എക്സ്റ്റേണൽ വർക്ക് ഡൺ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. എന്താണ്? MR T2 - T1. ചേഞ്ച് ഓഫ് എൻതാൽപ്പി എന്തായിരുന്നു? MCP T2 - T1. ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻസ് ടു ബി റിമെമ്പർ. PVT റിലേഷൻഷിപ്പ് V1/T1 = V2/T2. അതായത് PV/T ആണ്. P1 = P2 വരുമ്പോൾ ഈ P1 V1 ഇവിടെ എന്താ വരിക? P1 V1/T1 = P2 V2/T2 എന്ന് വരും. അതിൽ P1 ക്യാൻസൽ ആകുമ്പോൾ V1/T1 = V2/T2. ഓക്കെ, അപ്പോൾ അതറിയാം. പിന്നെ വർക്ക് ഡൺ ഇക്വേഷൻ MR T2 - T1. ഇൻറ്റേർണൽ എനർജി ഇക്വേഷൻ MCV T2 - T1. ഹീറ്റ് ട്രാൻസ്ഫർ MCP T2 - T1. എൻതാൽപ്പി MCP T2 - T1. ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് തന്ന വാല്യൂസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. V1 0.15 m³, V2 0.30 m³, P1 10 bar, അതായത് 10 × 10⁵ Nm/m². P1 = P2 ആണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. T1 തന്നിട്ടുണ്ട് 200°C, ദാറ്റ് ഈസ് 200 + 273 473 കെൽവിൻ. ഇനി നമുക്ക് എന്താ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് M വാല്യൂ അറിയില്ല. അപ്പോൾ നമ്മൾ M വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ CP CV തന്നിട്ടുണ്ട്. CP എത്രയാണ്? 1 kJ/kg കെൽവിൻ. അത് എഴുതി. ദാറ്റ് ഈസ് 1000 J/kg കെൽവിൻ. 0.714 kJ/kg കെൽവിൻ ആണ് CV വാല്യൂ, അതായത് 714 J/kg കെൽവിൻ. CP - CV = R എന്ന് നമുക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1 - 0.714, ദാറ്റ് ഈസ് = 0.286 kJ/kg കെൽവിൻ. ഇത് നമുക്ക് അറിയുന്നതാണ്. CP - CV = R എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് R വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്? 0.286 kJ/kg കെൽവിൻ, അതായത് 286 J/kg കെൽവിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻറ്റേർണൽ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. MCV T2 - T1. T2 നമുക്ക് അറിയില്ല, ശരിയല്ല. T1 വാല്യൂ മാത്രമാണ് നമുക്കറിയുക. പിന്നെ V1/T1 = V2/T2 ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ V1 അറിയാം,
V2 അറിയാം, T1 അറിയാം. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട്. PV2 റിലേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് എഴുതി, V1/T1 = V2/T2. ദാറ്റ് ഈസ് V1 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, T2 അൺനോൺ ആണ്. ഞാൻ T2 കണ്ടുപിടിച്ചു. എനിക്ക് എത്ര കിട്ടി? 946 കെൽവിൻ, അതായത് 673 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് MCV, ഇപ്പോൾ ഇതിൽ T2 വാല്യൂ വന്നു, CV തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, T2 വാല്യൂ കിട്ടി. ഇനി M കണ്ടുപിടിക്കണം. M എങ്ങനെ കണ്ടുപിടിക്കും? P1 V1 = MRT1. R വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, P1 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 ബാർ, 10 × 10⁵. V1 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.15 മീറ്റർ ക്യൂബ്. M വാല്യൂ ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള വാല്യൂ M = നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. R വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു 286. T1 വാല്യൂ നമുക്കറിയാം 473 ഡിഗ്രി കെൽവിൻ എന്നുള്ളത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയത്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് M വാല്യൂ കിട്ടില്ലേ? M = 1.108 kg എന്നുള്ളത് കിട്ടി. നമുക്ക് T2 കിട്ടി. M അറിയാം, CV അറിയാം, T2 അറിയാം, T1 അറിയാമെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ എനർജി നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിച്ചു. MCV T2 - T1. M വാല്യൂ 1.108 × CV വാല്യൂ ഞാൻ ജൂളിൽ എഴുതി 0.714 kJ/kg കെൽവിൻ എന്നുള്ളത് 714 J/kg കെൽവിൻ ആക്കി. T2 കണ്ടുപിടിച്ച 946 കെൽവിൻ, 473 കെൽവിൻ എന്നുള്ളത് T1 വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, T1 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന എത്രയായിരുന്നു? T1 = 200 ഡിഗ്രി സെൽഷ്യസ്. ശരിയാണ്, 473 കെൽവിൻ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? വർക്ക് ഡൺ. വർക്ക് ഡൺ എന്താണ്? MRT2 - T1. അപ്പോൾ M വാല്യൂ നമുക്കറിയാം, R വാല്യൂ നമുക്കറിയാം, T2 T1 നമുക്കറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്കത് കിലോ ജൂളിൽ ഉത്തരം കിട്ടി. ജൂളിലാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 256 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ആദ്യം എനിക്ക് ജൂളിൽ കിട്ടി, ഞാനതിനെ കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു, 149.88 കിലോ ജൂൾ. നെക്സ്റ്റ് H വാല്യൂ MCP T2 - T1. M വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ CP വാല്യൂ 1 kJ/kg കെൽവിൻ തന്നിട്ടുണ്ട്, അത് ഞാൻ J/kg കെൽവിനിലാക്കി 1000 എന്നാക്കി. T2 946, T1 473 കെൽവിൻ. ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് 5,24,084 ജൂൾ, അതായത് 524.084 കിലോ ജൂൾ എന്നുള്ള ഉത്തരം കിട്ടി. അപ്പോൾ ഇതാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലെ ഒരു കണക്ക്.